റിയയ്ക്ക് നല്ല വാക്കുകൾക്ക് നന്ദി. റിയയെ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ആള് ഹോസ്റ്റലിലാകുന്നത് കൊണ്ടാണ് കേട്ടോ. വഴിയെ നമുക്ക് എപ്പോഴെങ്കിലും കാണാം. അപ്പോൾ എല്ലാവരും ഗുഡ് ഈവനിങ്. ഞാൻ ഈ മൈക്ക് അങ്ങ് ഓഫ് ചെയ്യല്ല, വീഡിയോ അങ്ങ് ഓഫ് ചെയ്യുകയാണ്. കാരണം നെറ്റ് ഇഷ്യൂ ചിലപ്പം പ്രശ്നമാകുന്നത് കൊണ്ടാണ്. നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് ലോഡ് പ്രശ്നം ഉണ്ടാക്കാം. കുഴപ്പമില്ലല്ലോ. എന്നിട്ട് ഷെയർ ചെയ്ത് നോട്ട്സ് കാണിച്ചിട്ട് നമുക്ക് സംസാരിക്കുന്നതിനകത്തൂടെ പോകാം. ഓക്കെ. നമ്മൾ ഈ DSM 2 പുസ്തകങ്ങളാണ് മനുഷ്യൻ്റെ മാനസിക പ്രയാസങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന പുസ്തകങ്ങൾ. പ്രധാനമായിട്ടും അതിനകത്ത് 2 എണ്ണം. ഒന്ന് ICD എന്ന് പറയും, മറ്റൊരെണ്ണം DSM എന്ന് പറയും. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് രോഗങ്ങളെ അവതരിപ്പിക്കുന്നത്. രോഗം ക്രൈറ്റീരിയകളൊക്കെ ഒന്ന് തന്നെയാണ്, പക്ഷേ അതിനകത്ത് നൊട്ടേഷനും കാര്യങ്ങളും ഇച്ചിരി വ്യത്യാസമാണ്. അപ്പോൾ ഈ സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അതിനനുസരിച്ച് വേണം അത് നമുക്ക് പറഞ്ഞു പോകാൻ. ഓരോന്ന് പറയുമ്പോഴത്തേ എല്ലാവരും സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ MSWനകത്തൊക്കെ പഠിച്ചതായിരിക്കും. MSWക്കാരുണ്ട്, അതോടൊപ്പം തന്നെ സൈക്കോളജി ഉള്ളവരുണ്ട്. ഓക്കെ. അഞ്ജു മാം എന്തെങ്കിലും പറയാനായിട്ട് ശ്രമിക്കുകയാണോ? ഞാൻ ജനറൽ MSW കൗൺസിലിംഗ് മാത്രമേ ഉള്ളൂ, സൈക്കോളജി പഠിച്ചിട്ടില്ല. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് അപ്പോൾ ആ രീതിയിൽ ഞാൻ മാക്സിമം മനസ്സിലാക്കി തരാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പറയാം. ഇത് വർഷങ്ങളോളം എടുത്ത് ഒരാൾ പഠിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 1 മാസം കൊണ്ടൊന്നും ഒരിക്കലും ഭയങ്കര ഡെപ്തിലേക്ക് അത്ര ഭയങ്കര ഇൻറ്റൻസിറ്റിയിലൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് അത്, കാരണം അതിനകത്തുള്ള വാക്കുകളൊക്കെ ഒരിച്ചിരി കട്ടിയാണ്. എന്നിരുന്നാൽ തന്നെയും മാക്സിമം ഏതൊക്കെ രീതിയിലൊക്കെ അവതരിപ്പിക്കാൻ പറ്റുമോ, അഭിനയിച്ചും നാടകീകരിച്ചും പറഞ്ഞും കഥകളിലൂടെയും സംഭവങ്ങളിലൂടെയൊക്കെ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഒത്തുവരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറയാനായിട്ടുള്ളത്. ഈ ഒരു 30 ദിവസത്തെ ക്ലാസ് നമുക്ക് ഈ 1 മാസം 25 മണിക്കൂറായിരിക്കും ഉണ്ടാകുന്നത്. ടൈം ടേബിളായിട്ടൊക്കെ 1-2 ദിവസമൊക്കെ എന്തെങ്കിലും നമുക്ക് ആഴ്ചയിൽ 4 ദിവസം എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലാക്കിയിട്ട് ടൈം ടേബിൾ ഇടാം. എന്തെങ്കിലും അസൗകര്യം വന്ന് മാറ്റം ഉണ്ടെങ്കിൽ നേരത്തെ കൂട്ടി അറിയിക്കുന്നതായിരിക്കും. ഇതാണ് ഒരു മുഖവരയായിട്ടൊന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ DSMൻ്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ മാനസിക പ്രശ്നങ്ങളുണ്ട്, മാനസിക രോഗങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിനകത്തൂടെ കൃത്യമായിട്ടും ഭയങ്കരമായിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പെട്ടെന്നൊന്നും പഠിക്കാനായിട്ട് പ്രയാസമായിരിക്കും സാധാരണ ആദ്യമൊക്കെ വായിച്ചു തുടങ്ങുന്നവർക്ക്. അപ്പം അത്രയും ഇതായിട്ട് കിട്ടിയില്ല എങ്കിലും നമുക്ക് ഓരോരുത്തരെ കാണുമ്പോൾ അവർക്ക് ഏത് ലെവലിലുള്ള രോഗമാണ്, അല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും മനുഷ്യരാണ്, മാനുഷികമായിട്ട് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ ആ ഒരു ഇതൊക്കെ മനസ്സിലായി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഇഷ്ടംപോലെ ഡിപ്രഷനൊക്കെ ആൾക്കാർക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഓരോ ക്രൈറ്റീരിയകൾ വെച്ച് നമുക്കറിയാം ഏതിനാണ് എന്നുള്ളത്. അപ്പം ഇതിനകത്ത് നമ്മൾ ഡയഗ്നോസ് മാത്രമാണ് പറയുന്നത്. ഒരിക്കലും ഈ DSM എന്ന് പറയുന്ന പുസ്തകം അതിൻ്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുന്നില്ല. അത് ക്ലിനിഷ്യൻ ചെയ്യേണ്ട അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ചെയ്യേണ്ട ഒരു ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. അപ്പം അതിൻ്റെ എന്താണ് രോഗം എന്നത് മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചു വരുന്നതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് തന്നെ മൈക്ക് ഓണാക്കി ചോദിച്ചിട്ട് മൈക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഓക്കെ, അപ്പം ഇതാണ് 2 പുസ്തകങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്, 2 ICD-11 അല്ലെങ്കിൽ ICD-10. അപ്പം ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ പ്രിവലന്റ് ആയിട്ട് 2 പുസ്തകങ്ങൾ. അപ്പം ഈ DSM എന്ന് പറയുന്നത് ഒന്നാമത്തെ DSM ഉണ്ടായിരുന്നു, രണ്ടാമത്തെ ഉണ്ടായിരുന്നു, മൂന്നാമത്തെ ഉണ്ടായിരുന്നു, അതിൻ്റെ ടെക്സ്റ്റ് റിവൈസ് ചെയ്തതുണ്ടായിരുന്നു, പിന്നെ 4ാമത് ഇറങ്ങി, അതിൻ്റെ ടെക്സ്റ്റ് റിവൈസ് ചെയ്തു, അതിനുശേഷം 5ാമത് ഇറങ്ങി, ഇപ്പോഴും അതിൻ്റെ ടെക്സ്റ്റ് റിവൈസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഈ DSMൻ്റെ ഒരു ചരിത്രം മുന്നോട്ട് പോകുന്നത്. അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ ഈ DSM ഒരു 3ലും 4ലും ഒക്കെയും സ്വാഭാവികമായിട്ടും അതിന് ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ്, ഓരോ ചാപ്റ്ററില്ല, അതിനെ പറഞ്ഞ ആക്സിസ് എന്നാണ് പറഞ്ഞത്. ആക്സിസിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിനെ മൾട്ടി ആക്സിൽ സിസ്റ്റം എന്നാണ് പറഞ്ഞിരുന്നത്.
അപ്പൊ ഈ ആക്സിസിനകത്ത് ഓരോ ഭാഗങ്ങളിലുള്ള രോഗങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു DSM-4 വരെ സംസാരിച്ചിരുന്നത്. എന്നാൽ DSM-5 വന്നപ്പോഴത്തേക്ക് മൾട്ടി ആക്സിൽ പരിപാടി എടുത്തങ്ങ് മാറ്റി. എന്നിട്ട് ഓരോ രോഗങ്ങളെയും തുടക്കം കുറിക്കുന്നത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് മുതൽ അവസാനിക്കുന്നത് ന്യൂറോ കോഗ്നിറ്റീവ് ഡിസോർഡറിനകത്ത് ചെന്നാണ്. ഞാൻ ഈ പറഞ്ഞ ആ 2 പോയിന്റ് ക്ലിയർ ആണോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ആരെങ്കിലും ഒരാള് ഓക്കെ ആണെങ്കിൽ പറഞ്ഞേക്കണം. ഓക്കെ, അപ്പം ഇതാണ് ആ ഒരു പുസ്തകത്തിന്റെ പ്രത്യേകത. ഇനി ICD is the 10th version of the International Statistical Manual of Disease or related to health problem. ഒരാളുടെ ഹെൽത്ത് പ്രോബ്ലവുമായിട്ട് ബന്ധപ്പെട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, WHO എന്ന് പറയും, ആ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറപ്പെടുവിച്ച പുസ്തകമാണ് ഈ ICD-10 അല്ലെങ്കിൽ 11. അതിൻ്റെയും ഈ രീതിയിൽ 11ാമത്തെ ടെക്സ്റ്റിനാണ് നമ്മളിപ്പോഴും നിലനിൽക്കുന്നത്. അപ്പം അത്രയും ഈ കാലങ്ങളെല്ലാം അവർ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോ പുസ്തകങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഇറക്കിയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് റീസെന്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പുസ്തകമാണ് ICD-11. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഇഗ്നോ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾക്ക് എന്താണ് 0011 ഭയങ്കര സഹായമായിരിക്കും. MAPC ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞു പോകുന്നതൊക്കെ തന്നെയായിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്കൊക്കെ അത്യാവശ്യം വരുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് കോഡ് ഫോർ ഡിസീസ്, സൈൻസ് ആൻഡ് സിംറ്റം, അബ്നോർമൽ ഫൈൻഡിങ്സ്, കംപ്ലൈൻസ്, സോഷ്യൽ സർക്കംസ്റ്റൻസസ്, എക്സ്റ്റേണൽ കോസ് ആൻഡ് ഇഞ്ചുറീസ് ഓർ ഡിസീസ്. അപ്പം ഈ ICD-10 പറയുന്നതെല്ലാം എന്തിനെ കുറിച്ചാണ്? ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ ആ രോഗത്തിന്റെ സിംറ്റത്തിനെ കുറിച്ച് പറയും, അതിൻ്റെ സൈൻ എന്താണോ അത് കാണിക്കുന്നത് അത് പറയും, അബ്നോർമൽ ആയിട്ടുള്ള ഫൈൻഡിങ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്താണോ അതിനെക്കുറിച്ച് സംസാരിക്കും, ആ വ്യക്തി പറയുന്ന കംപ്ലൈൻസ് എന്താണോ അതിനെക്കുറിച്ച് സംസാരിക്കും, സോഷ്യൽ സർക്കംസ്റ്റൻസ് എന്താണോ അതിനെക്കുറിച്ച് നമ്മൾ നോക്കും. അപ്പം ഇങ്ങനെ നോക്കിയിട്ട് ഓരോന്നുമാണ് ഈ ICD സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സംഭവം തന്നെയാണ് അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷന്റെ പുസ്തകമായ DSM സംസാരിക്കുന്നത്. സംഭവം പിടികിട്ടിയോ? ആദ്യ കാലങ്ങളിൽ ഈ DSM-4 ICD-യിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഒരു ഇച്ചിരി രോഗങ്ങളെ നിർണ്ണയിക്കുമ്പോൾ വ്യത്യാസം ഉള്ളത് കൊണ്ട് ഒരാൾക്ക് അമേരിക്കയിൽ വെച്ച് ഇന്ന രോഗമാണെന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ രോഗത്തിന്റെ ഒരു വേരിയേഷൻ അവർ നോട്ട് ചെയ്യുന്ന രീതി മാറിപ്പോകും. അതുകൊണ്ട് ഇപ്പോഴ് ICD-11 DSM-5 അവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടിനെയും സിന്തസൈസ് ചെയ്തു. എന്താണോ ICD-11 പറയുന്നത് അതിനെ ആസ്പദമാക്കിയിട്ടാണ് അമേരിക്കൻ സൈക്യാട്രി ഇപ്പോഴെന്താണ് DSM-5 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ എല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. ക്ലിയർ ആണോ ആ പോയിന്റ്? ക്ലിയർ ഫാദർ. ഓക്കെ, വെരി ഗുഡ്. ഇനി DSM ഈസ് എ മാനുവൽ ഫോർ അസസ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ് ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. മൈക്കിംഗ് ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം DSM-5 ഒരു നമുക്ക് കയ്യിൽ കരുതാൻ പറ്റുന്ന ഒരു മാനുവലാണ്. എന്തിനു വേണ്ടിയുള്ളത്? ഒരാൾക്ക് മാനസികമായിട്ടുള്ള രോഗം പറയുമ്പോൾ അല്ലെങ്കിൽ ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ അതിനെ നിജപ്പെടുത്തിയിട്ട് ഈ വ്യക്തിക്ക് ഇന്ന രോഗമാണെന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് ICD-5. അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ICD-യും DSM-ഉം എല്ലാം അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതിനകത്ത് ദ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ് 5th എഡിഷൻ ഈസ് ദ 2013 അപ്ഡേറ്റ് ആണ്. 2013 ഈ DSM-5 അപ്ഡേറ്റ് ചെയ്തത്. ഇതിനകത്ത് അതോടൊപ്പം തന്നെ ഈ അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷൻ കുറേയേറെ കാര്യങ്ങളെ അതിനകത്ത് സിന്തസൈസ് ചെയ്ത്, പ്രത്യേകിച്ച് ആദ്യ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഓരോ ഭാഗങ്ങൾ എടുത്തു മാറ്റി. DSM-4 നമ്മൾ വായിക്കുമ്പോഴുള്ള ചില രോഗങ്ങൾ DSM-5 ഇല്ല. കാരണം ഇനി അത് രോഗമല്ല. ഉദാഹരണത്തിന് പണ്ട് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം DSM-5 മറ്റ് മാനസിക രോഗ പുസ്തകങ്ങളിലൊക്കെ ഒരു രോഗമായിരുന്നു. ഇപ്പോഴത് രോഗമല്ല. സംഭവം പിടികിട്ടിയോ? ഇനി അതോടൊപ്പം അങ്ങനെ കുറച്ച് രോഗങ്ങൾ മാറ്റി DSM-5 ഇനി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ചില
രോഗങ്ങളുടെ പേര് എൻ്റയർലി ഡിഫറെൻ്റ് ആയി. പേര് ഇഷ്ടംപോലെ പേരുകൾക്ക് മാറ്റമുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ DSM-5 വ്യത്യാസം. ഇന്ന് നമ്മുടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ, കേരളയിൽ ഇപ്പം മാറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം കേരളയിൽ കുറേ നാൾ ഒരു PG ഡിപ്ലോമയുടെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ DSM ബേസ് ചെയ്ത് ഓൺലൈനിൽ എവിടെയും ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്തിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കേട്ടായിരുന്നു. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോഴും നമ്മുടെ ഡോക്ടേഴ്സിനും അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജുകളിലും ഒക്കെ ഇത് അത്ര പ്രിവലൻസിലേക്ക് വന്നിട്ടില്ല. 2013 ഈ സാധനം ഇറങ്ങി, പക്ഷെ ആരും വലുതായിട്ട് ഇത് അത്രമാത്രം ശ്രമകരമാണ് ഇത് വായിച്ചത് എന്ന് പറയുന്നത്. അപ്പം അത്യാവശ്യം ഇപ്പോഴ് റീസെന്റ് ഈ 1-2 വർഷം കൊണ്ടൊക്കെ മിക്ക യൂണിവേഴ്സിറ്റിയിലൊക്കെ DSM-5 ഒക്കെ ഇപ്പൊ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും നിങ്ങൾ ഇഗ്നോയുടെ എടുത്തു നോക്ക്. ഇഗ്നോയുടെ ഇഷ്ടംപോലെ പിള്ളേർ പഠിക്കുന്നുണ്ട്, പക്ഷെ പഠിക്കുന്ന DSM-4 ആണ്. അതിനകത്തുള്ള ചില രോഗങ്ങളുടെ പേര് മാറ്റമുണ്ട്. രോഗത്തിന്റെ ക്രൈറ്റീരിയയ്ക്ക് ഒന്നും തന്നെ ചില രോഗങ്ങൾ അവിടെ ഇല്ല, ചില രോഗങ്ങളുണ്ട്, ഉള്ള പേരുകൾ മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ആദ്യമായിട്ട് DSM-5 വന്നിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിന് മുമ്പൊക്കെയും DSM-4 എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോമൻ ലെറ്റർ ആയിരുന്നു എഴുതിയിരുന്നത്. ഇപ്പോഴ് ആ റോമൻ ലെറ്റർ അല്ല ഉപയോഗിക്കുന്നത്. അതായത് വലിയ അക്ഷരം എഴുതത്തില്ലേ, ഈ V6 എന്ന് പറഞ്ഞാൽ V മുകളിലോട്ട് എഴുതി പിന്നെ 1 എന്നൊക്കെ എഴുതത്തില്ലേ, I എന്നൊക്കെ എഴുതുന്ന അതുപോലുള്ള ലെറ്റർ ആണ് ആദ്യ കാലങ്ങളിൽ ഉപയോഗിച്ചത്. ഇപ്പോഴ് DSM-ന്റെ പുസ്തകത്തിനകത്ത് ആ ഒരു റോമൻ ലെറ്റർ മാറ്റിയിട്ട് ഇപ്പൊ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ എഴുതുന്ന 5 ആണ്. ക്ലിയർ ആയോ? അത് വലിയൊരു മാറ്റമാണ്. അതോടൊപ്പം തന്നെ DSM-5 3 സെക്ഷനായിട്ടാണ് അവർ തരംതിരിച്ചിരിക്കുന്നത്. DSM-4 നമ്മൾ കണ്ടിരുന്നത് ആക്സിസ് 1, ആക്സിസ് 2, ആക്സിസ് 3, ആക്സിസ് 4, പിന്നെ ഗ്ലോബൽ അസസ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ DSM-4 നമ്മൾ കാണുന്നത്. ഇപ്പോഴ് അതെല്ലാം മാറ്റിയിട്ട് അവർ ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ എന്ന് പറയുന്നില്ല, ഹെഡിങ് ഇങ്ങനെ കൊടുത്തിട്ട് പറഞ്ഞു പോവുകയാണ്. അതോടൊപ്പം തന്നെ ഈ രോഗങ്ങളുടെ ആദ്യത്തെ ഒരു ഭാഗം എപ്പോഴും സംസാരിക്കുന്നത്, സെക്ഷൻ 1 സംസാരിക്കുന്നത് എന്താണ് മാനസിക രോഗം എന്ന് ഒരു ഭാഗത്ത് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ DSM-4 അല്ലെങ്കിൽ DSM-5 ICD-11 എങ്ങനെയാണ് സിന്തസൈസ് ചെയ്തിരിക്കുന്നത് അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ മാനുവൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. ക്ലിനിക്കൽ ഫോർമുലേഷൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഫോറൻസിക് സൈക്കോളജിയിലൊക്കെ ഈ DSM എങ്ങനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഭാഗങ്ങളെല്ലാം സംസാരിക്കുന്നത് സെക്ഷൻ 1 പിടികിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തെ സെക്ഷനകത്താണ് ഈ സാധനം സംസാരിക്കുന്നത്. എന്തൊക്കെ? രണ്ടാമത്തെ സെക്ഷൻ മുഴുവനും സംസാരിക്കുന്നത് ഈ പറയപ്പെടുന്ന 19 ചാപ്റ്റർ മാനസിക രോഗങ്ങളെ കുറിച്ചാണ്. അത് തുടങ്ങുന്നത് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ് യഥാർത്ഥത്തിൽ DSM-5 തുടങ്ങുന്നത്. അവസാനിക്കുന്നത് ന്യൂറോ കൊഗ്നിറ്റീവ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഭാഗം കൊണ്ടാണ് അവസാനിക്കുന്നത്. ഇതിനിടയ്ക്ക് സബ്സ്റ്റൻസ് യൂസ്, അതോടൊപ്പം തന്നെ പാരഫീലിയ, ജെൻഡർ ഡിസ്ഫോറിയ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ, ഈറ്റിംഗ് ഡിസോർഡർ, എലിമിനേഷൻ ഡിസോർഡർ, ഇങ്ങനെ ഇഷ്ടംപോലെ രോഗങ്ങളെ ഈ 19 ചാപ്റ്ററിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: ഒരു കുഞ്ഞ് ജനിച്ച് ന്യൂറോ ഡെവലപ്മെന്റൽ ഒരു കുഞ്ഞ് ജനിച്ച് ആ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം മുതല് മരിക്കാനായിട്ട് കിടക്കുന്ന അപ്പാപ്പനുണ്ടാകുന്ന കൊഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ വരെ ഉള്ള കാര്യങ്ങളെ DSM-5 സംസാരിക്കും, ക്രോണോളജിക്കൽ ഓർഡർ ആയിട്ട്. സംഭവം പിടികിട്ടിയോ? ഇനി ഇതിനകത്ത് DSM-5 എപ്പോഴും എന്താണ്, നേരത്തെ 4 NOS എന്നും പറഞ്ഞ് നമ്മൾ നോസ് അല്ലെങ്കിൽ NOS, നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എന്നും പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയുള്ള സംഭവങ്ങളെ എടുത്ത് DSM-5 അങ്ങ് മാറ്റി. നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എന്നും പറഞ്ഞ രോഗങ്ങൾ അങ്ങനെ നമ്മൾ പറയണ്ട ഇനി മുതൽ. അതിനെ നമ്മൾ
അതർ സ്പെസിഫൈഡ് ഡിസോർഡർ ആൻഡ് അൺസ്പെസിഫൈഡ് ഡിസോർഡർ എന്ന ടേം അവർ ഉപയോഗിച്ചു വരുന്നത്. നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എന്ന് കാണുന്നത് DSM-4-നകത്തൊക്കെയാണ്. ഇപ്പോഴ് DSM-5-നകത്ത് ഉപയോഗിക്കുന്നത് അതർ സ്പെസിഫൈഡ്. ഇനി എന്താണ് കൃത്യമായിട്ട് ഈ പറയപ്പെടുന്ന ക്രൈറ്റീരിയയിൽ അല്ലാതെ തന്നെ ചില രോഗങ്ങളുണ്ട്, അങ്ങനെ അതർ സ്പെസിഫൈഡ്. അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഡോക്ടറിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നില്ല, പക്ഷെ വേറെ എന്തൊക്കെയോ സിംറ്റം അതിനകത്ത് കാണിക്കുന്നുണ്ട്, അൺസ്പെസിഫൈഡ്. ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവരതിനെക്കുറിച്ച് DSM-5 ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മറിച്ച് എന്താണ് DSM-4-നകത്ത് നോട്ട് അതർവൈസ് സ്പെസിഫൈഡ് എന്നുള്ള ടേമായിരുന്നു ഉപയോഗിച്ചത്. അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളാണ് ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ് മൾട്ടി ആക്സിൽ സിസ്റ്റം എല്ലാം എടുത്ത് കളഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെതാണ് ICD. The criteria of the 5th edition Diagnostic and Statistical Manual of Mental Disorders was massive undertaken. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലുള്ള ആൾക്കാരെയൊക്കെയും വിളിച്ചു കൂട്ടി അവിടെ നിന്നൊക്കെയുള്ള സൈക്കോളജിസ്റ്റും അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റും കൂടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ വർഷങ്ങളോളം എടുത്ത് അവരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് 2013 ഈ DSM-5 പുറത്ത് ഇറങ്ങുന്നത്. അപ്പം അത് എങ്ങനെ ഉപയോഗിക്കണം, അതോടൊപ്പം തന്നെ അവർ സംസാരിക്കുന്നത് എന്താണ്, ഈ രോഗം DSM അമേരിക്കൻ സൈക്യാട്രിയിലുള്ള ഡോക്ടേഴ്സ് ഇന്നതാണ് അവരുടെ കൾച്ചറിനനുസരിച്ച് അവരിങ്ങനെ പറഞ്ഞു ഇന്നതാണ് രോഗങ്ങളെന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് വരുമ്പോൾ ഡിസ്മാച്ച് ഉണ്ടാകാനായിട്ട് പാടില്ല. അതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവര് പുറപ്പെടുവിച്ച ICD എന്ത് പറയുന്നു അതേ രീതിയിലേക്ക് തന്നെ DSM-5 സിന്തസൈസ് ചെയ്തിട്ടാണ് ഒരു ഹാർമണൈസേഷനിലേക്ക് അവർ വന്നു. ക്ലിയർ ആണോ അത്? യെസ് ഫാദർ. ഓക്കെ, ഇങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. രണ്ടാമത്തത് ഇവര് സംസാരിക്കുന്നത് ഡെവലപ്മെന്റൽ ആൻഡ് ലൈഫ് സ്പാൻ കൺസിഡറേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു കുട്ടി ജനിക്കുന്ന ആ സമയം മുതൽ മരിക്കാനായിട്ട് കിടക്കുന്ന ഒരാളുടെ സംഭവിക്കാൻ സാധ്യതയുള്ള കോഗ്നിറ്റീവ് ഡിസ്ഫങ്ഷൻ വരെയുള്ള സംഭവങ്ങളെ ഇങ്ങനെ ലൈഫ് സ്പാൻ കൺസിഡർ ചെയ്തിട്ടാണ് ഓരോ രോഗങ്ങളും എപ്പോൾ തുടങ്ങാം. ഉദാഹരണത്തിന് എന്താണ് സ്കിസോഫ്രേനിയ എന്ന് പറയുന്ന വലിയൊരു മാനസിക രോഗമുണ്ട്. ഈ മാനസിക രോഗം ആദ്യ കാലങ്ങളിൽ ഒരു 15 വയസ്സിന് മുമ്പൊക്കെ അതിന്റെ സിംറ്റംസ് കാണിച്ചു കഴിയുന്നു, അല്ലെങ്കിൽ ഒരു അഡോളസൻസ് ഒരു 25 വയസ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഒരു ചൂട ഇതാകുന്നു, ഒരു 35-40 കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഓരോ ഭാഗങ്ങൾ കാണുമ്പം അതിനെക്കുറിച്ച് പറയാം. അപ്പം ഇങ്ങനെ ഡെവലപ്മെന്റൽ കൺസിഡറേഷൻ ഈ DSM-5 ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, രണ്ടാമത്തത് യൂസ് ഓഫ് മാനുവൽ. ഇതെങ്ങനെ ഉപയോഗിക്കണം? ദ ഇൻട്രൊഡക്ഷൻ കണ്ടെയ്ൻ മച്ച് ഓഫ് ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് ഓഫ് DSM-5 റിവിഷൻ. ആദ്യ ഭാഗം ഞാൻ പറഞ്ഞു DSM-5-ന് 3 സെക്ഷനാണുള്ളത്. ഒന്നാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി, അത് എങ്ങനെ ഉപയോഗിക്കണം, അത് എന്താണ് ഹാർമണൈസ് ചെയ്ത് എങ്ങനെയാണ്, അതിന്റെ യൂസ് എങ്ങനെയാണ്, അതിന്റെ അപ്രോച്ചുകൾ എന്താണ്, സമ്മറി എന്താണ്, ഫോറൻസിക്കിന് വേണ്ടിയുള്ള യൂസ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ആദ്യ ഭാഗങ്ങളിലാണ്. അവിടെ തന്നെ ഒരു മാനസിക രോഗം എന്താണെന്ന് കൂടി അവര് നരേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ സെക്ഷൻ പിടികിട്ടിയോ? ക്ലിയർ ആണോ സരിതാ മാം? യെസ് മാം. Yes, sir. Yes, sir. The primary purpose of DSM-5 is to assist trained clinician. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് നന്നായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു സൈക്കോളജിസ്റ്റിന് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന് അതുമല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിന് ഇവർക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാനായിട്ട്, ഇവർക്ക് പെട്ടെന്ന് ഒരു രോഗാവസ്ഥ കാണുമ്പോൾ അതിനെ ഒന്ന് കൃത്യമായിട്ടും ഡയഗ്നോസ് ചെയ്ത് അതിന് നമ്മൾ പൊതുവെ പറയും കൊമോർബിഡിറ്റി എന്ന് പറയും. ഞാനിപ്പം നോക്കുമ്പോൾ ഒരു രോഗമായിരിക്കും, പക്ഷെ വേറെ ഒരു രോഗത്തിന്റെ സംഭവം കൂടി ഇങ്ങോട്ട് വന്ന് വീഴും. അങ്ങനെ വന്ന് വീഴുകയാണെങ്കിൽ അതിനെ കൊമോർബിഡിറ്റി എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ഒരു പുസ്തകമാണ് DSM-5. Assist trained clinician in a diagnosis of their patient mental disorders as part of the case formulation assessment that leads to fully informed treatment plan for each individual. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അത് അസസ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ എന്താണ് മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടും സൈക്കോളജിസ്റ്റുകൾ സൈക്കോതെറാപ്പികൾ അസിസ്റ്റ് ചെയ്യാനായിട്ടും ഒക്കെ നമുക്ക് ഒരു ഹാൻഡ് ബുക്കായിട്ട് ഒരു മാനുവലായിട്ട് ഉപയോഗിക്കാൻ സാധ്യമാകുന്ന ഒരു പുസ്തകമാണ് DSM-5 എന്ന് പറയുന്നത്.
ഏകദേശം 1000-ൽ പുറം 1000 സംതിങ് പേജാണ് അതിനുള്ളത്. വലിയൊരു എൻ്റെ കയ്യിലുണ്ട്. അത് വയനാട്ടിലിരിക്കുക, ഞാൻ വീട്ടിലാവുന്നുണ്ട്, അത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അത്രയും പേജുകൾ ഭയങ്കര ശ്രമകരമാണ് അത് വായിച്ച് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ പല ക്ലാസ്സിലും ആദ്യത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവര് അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഒക്കെ ഇട്ട് കൊടുത്തിയായിരുന്നു. ഒരു ചേച്ചി ഒരു വീഡിയോ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പം ഇത് വായിച്ച് മനസ്സിലാക്കി എടുക്കാനായിട്ട് ഞാൻ വർഷങ്ങളോളം ഇരുന്ന് ഒരു 2-3 വർഷം ഞാൻ ഇവിടെ കൊല്ലത്തൊരു നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. അപ്പം അന്ന് പല ഗ്രൂപ്പുകളിലും ഇതിന്റെ പരസ്യം ഞാൻ കണ്ട്. 18,000 ഞാൻ ഇന്നലെ പറഞ്ഞത്, 18, 8, 12 ഈ രീതിയിലൊക്കെ വലിയ പൈസ വാങ്ങിച്ചുകൊണ്ട് ഈ കോഴ്സ് വളരെ മിനിമലായിട്ട് ഇതിന്റെ ഒരു 2-3 ഭാഗങ്ങൾ മാത്രം. നിങ്ങൾ ഇപ്പോഴും ഞാൻ പരസ്യങ്ങൾ വരുമ്പോൾ ഇട്ട് തരാം, ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ഇട്ട് തരാം. മിനിമൽ ഡൽഹിയിൽ നിന്നൊക്കെയുള്ള പരസ്യങ്ങളൊക്കെ ഇഷ്ടം പോലെ വരാറുണ്ട്. മിനിമലായിട്ട് ഒരു 2-3 സബ്ജക്റ്റ് ഇട്ട് കൊടുത്തിട്ട് 2,000, 3,000, 12,000, 15,000 ഒക്കെ വാങ്ങിക്കുന്ന അത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി തുടങ്ങിയ പരിപാടിയാണ് ഞാൻ ഒരു 2-2.5 വർഷത്തോളം കംപ്ലീറ്റ് ഈ സാധനം ആണ്. പിന്നീട് എൻ്റെ വായനകൾ മൊത്തം ഞാൻ ഓരോന്നും ഇങ്ങനെ അരിച്ചു പറക്കി വായിച്ച് കാരണം ഇത് സംഭവങ്ങൾ അറിയാം, എന്നാലും അതിൻ്റെ ടീമും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ചൂട സ്വയത്തമാക്കേണ്ട ആവശ്യകതയാണ്. അങ്ങനെ വായിച്ച് മനസ്സിലാക്കിയെടുത്ത്, എന്നാലും നമ്മൾ ഒന്നും എത്തിയിട്ടൊന്നുമില്ല, എന്നിരുന്നാലും പറ്റാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാണ്. അതിനെ ആസ്പദമാക്കി പിന്നീട് ഞാനൊരു പുസ്തകം എഴുതിയായിരുന്നു. പുസ്തകം ഇതിനെ കമ്പൈൽ ചെയ്തെടുത്ത്. അപ്പൊ DSM ഹാൻഡി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഇഷ്ടംപോലെ ആൾക്കാർ അത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ചുകൂടി പുസ്തകം കൊണ്ട് ഞാൻ കാണിക്കാം അവസാനം പുസ്തകത്തിന്റെ. അത് ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് അതങ്ങനെ ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു 3-4 ബാച്ചുകാര് ഇതുപോലെ ഇങ്ങനെ ഞാൻ ഈ നോട്ട് കൊടുക്കുമായിരുന്നു. നമ്മളെ ഈ പവർ പോയിന്റ് നോട്ട് അങ്ങിട്ട് കൊടുക്കും. ഒരു ആന്റി ഉണ്ടായിരുന്നു, അവർ പോയി ഇങ്ങനെ പ്രിന്റ് എടുത്ത് വെക്കും. അപ്പം ഓരോ നോട്ട്സിനും പ്രിന്റ് എടുക്കുമ്പോഴത്തേക്ക് കളർ പ്രിന്റ് ആണല്ലോ, ഇത് പ്രത്യേക ഫയലാണ്. അപ്പൊ വലിയ പൈസ വരുന്നു, 500, 300, 400 രൂപ വെച്ച് വരുന്നു. അങ്ങനെ അവരെന്നെ നിർബന്ധിച്ച് ഒരു 2-3 ബാച്ചുകാരെന്നെ കൊണ്ട് ചെയ്യിച്ചതാണ് അവർക്ക് ഈ പുസ്തകമാക്കി അത് കൊടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ചെയ്ത സംഭവമാണിത്. അപ്പൊ അതങ്ങനെ ചെയ്തിട്ട് നമുക്ക് പക്ഷെ ഒരു ഇച്ചിരി കോസ്റ്റ് ഒരു ഇച്ചിരി അത് കൂടിപ്പോയി. ബൈൻഡിങ്ങും അതിന്റെ മൊത്തം ഏറ്റവും കൂടിയ പേപ്പറാണ്. പിന്നെ അതിനകത്ത് കളർ പ്രിന്റുകളാണ്. പിക്ചറൈസ് ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചു. ബൈ ദ വേ ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആ യൂസ് അങ്ങനെയാണ്. മറ്റൊരു ഭാഗത്ത് അപ്രോച്ച് ക്ലിനിക്കൽ ഫോർമുലേഷൻ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഈ ആദ്യത്തെ സെക്ഷനിൽ അവർ നരേറ്റ് ചെയ്യുന്നു. അത് നമ്മൾ വായിച്ചു കൊടുത്താൽ മതി. ഇനി മാനസിക രോഗങ്ങളെ കുറിച്ച് ഈ 1ാമത്തെ ഭാഗത്തിൽ എന്തായിരിക്കണം മാനസിക രോഗം എന്ന് നിർവചിക്കുന്നത് ഈ സെക്ഷൻ 1-നകത്താണ്. അവർ പറയുകയാണ്, എ മെന്റൽ ഡിസോർഡർ ഈസ് എ സിൻഡ്രം. ആ വാക്ക് നമ്മൾ ഓർക്കണം. മാനസിക രോഗം എന്ന് പറയുന്നത് ഇന്ന ഒരു രോഗമെന്നല്ല പറയുന്നത്, ഇറ്റ് ഈസ് എ സിൻഡ്രം. സിൻഡ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിങ്ങനെ മാറ്റിയിട്ട് ഇന്നതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. മറിച്ച് ഒരു മഴവില്ലിനകത്തുള്ള സംഭവങ്ങളെ നമുക്ക് വേർതിരിച്ച് മാറ്റാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുപോലെ വേർതിരിക്കാനായിട്ട് പറ്റാത്ത ഒരു അവസ്ഥയാണ് ആ സിൻഡ്രം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. സിൻഡ്രം ക്യാരക്ടറൈസ്ഡ് ബൈ ക്ലിനിക്കലി സിഗ്നിഫിക്കന്റ് ഡിസ്റ്റർബൻസ് ഇൻ ഇൻഡിവിജ്വൽസ് കോഗ്നിഷൻ. ഒരാളുടെ ചിന്തകളില്, ഒരാളുടെ ഇമോഷൻസിനകത്ത്, അവരുടെ ബിഹേവിയറിനകത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. ബോത്ത് ഫിസിയോളജിക്കൽ, ബയോളജിക്കൽ ഓർ ഡെവലപ്മെന്റൽ പ്രോസസ് അണ്ടർലൈങ് മെന്റൽ ഫങ്ഷൻ. അവർക്ക് ഫിസിയോളജിക്കലായിട്ടുള്ള വളർച്ചയിലും ബയോളജിക്കലായിട്ടുള്ള വളർച്ചയിലും ഡെവലപ്മെന്റൽ പ്രോസസ്സിനകത്തും ഒക്കെയും ഒരാളുടെ ചിന്തയ്ക്കും അവന്റെ ഇമോഷൻസിനും അവന്റെ ബിഹേവിയറിനും പ്രയാസം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ക്യാരക്ടറൈസ്ഡ് ആയിട്ട് കിടക്കുന്ന സിംപ്റ്റത്തെയാണ് നമ്മൾ മാനസിക രോഗം എന്ന് പറയുന്നത്. മെന്റൽ ഡിസോർഡർ ആർ യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് സിഗ്നിഫിക്കന്റ് ഡിസ്ട്രസ്. ഈ മാനസിക രോഗം സംഭവിക്കുന്ന വ്യക്തികൾക്ക് സ്വാഭാവികമായിട്ട് എന്തുണ്ടാകണം? ഡിസ്ട്രസ് ഉണ്ടാകണം. അപ്പം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സ്ട്രെസ് അനുഭവിക്കുന്നവരാണ്. സ്ട്രെസ് ഈസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്ട്രെസ് ഉണ്ട്. അങ്ങനെയുള്ള സ്ട്രെസ്സിനെ നമ്മൾ യൂസ്ട്രെസ് എന്ന് പറയും. ഉദാഹരണത്തിന്, ഒരു കുട്ടി പരീക്ഷ എഴുതാനായിട്ട് വരുന്ന കുട്ടിക്ക് നാളെയോ മറ്റന്നാളോ പരീക്ഷയാണ്. അവന് പഠിക്കാനായിട്ടുള്ള ഒരു ഊർജം ലഭിക്കുന്നത് അവനുണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ വി കോൾ ഇറ്റ് ആസ് എ യൂസ്ട്രെസ്.
എന്നാൽ ചില വ്യക്തികൾക്ക് ഡിസ്ട്രസ് ഉണ്ടാകുന്നു. 10ാം ക്ലാസ് അവൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉള്ളൂ, 10ാം ക്ലാസ്സിലെ കാര്യം ഓർത്തിട്ട് ഇപ്പോഴും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കും. 10ാം ക്ലാസ്സിൽ ഇനി വരാനായിട്ട് 6 വർഷം കഴിഞ്ഞിട്ടേ അവൻ 10ൽ എത്തത്തുള്ളൂ. പക്ഷെ ഞാൻ ഇനി 10ലെ പരീക്ഷ ഇങ്ങനെ എഴുതും എന്ന് 4ാം ക്ലാസ്സുകാരൻ ടെൻഷൻ അടിക്കുന്ന അവസ്ഥകൾ അൻസൈറ്റി എന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ അൻസൈറ്റിയും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകുന്നത് ആ രീതിയിൽ ഒരു മനുഷ്യന് തൻ്റെ ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ ഏതൊക്കെ സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നോ, അല്ലെങ്കിൽ ഒക്കുപേഷണലായിട്ട്, സോഷ്യലായിട്ട്, മറ്റുള്ള ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവന് സ്ട്രെസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മെന്റൽ ഡിസോർഡർ. സംഭവം പിടികിട്ടിയോ? Yes, Father. An acceptable or culturally approved response to common stresses or loss such as the death of loved ones is not a mental disorder. അവരെടുത്തു പറയുകയാണ്, ചില വ്യക്തികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന സഡൻ ഷോക്കുകൾ, എനിക്ക് എൻ്റെ പിതാവ് മരിച്ചുപോയി, എൻ്റെ പപ്പ മരിച്ചുപോയി, എനിക്ക് ഭയങ്കര ഒരു വിഷയം. ഞാനത് എപ്പോഴും ക്ലാസ്സിൽ പറയാം. എൻ്റെ അനുജൻ, ഞാൻ അച്ഛനായി 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡന്റിൽ മരിച്ചതാണ്. ആകെ ഒരു അനിയനേ ഉള്ളായിരുന്നു, പിന്നെ പെങ്ങളാണുള്ളത്. അപ്പൊ അവൻ ഒരു 14 വർഷം കഴിഞ്ഞ് മരണപ്പെട്ടിട്ട് ഒരു ആക്സിഡന്റ്. അന്ന് ഞാൻ കുറേ നാൾ പിന്നെ എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. ഒരു പെട്ടെന്ന് എനിക്ക് പുറത്തൊന്നും അങ്ങനെ വലുതായിട്ട് ഇറങ്ങാനൊക്കെ ഭയങ്കര മടിയായിട്ട് തോന്നും, ആരെയും ഫേസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം. ഇത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ സംഭവിക്കുന്നത് ഉടനെ നമ്മൾ കയറി മാനസിക രോഗമാണെന്ന് പറയരുത്. അത് ഡ്യൂറേഷനിലേക്ക് പോയി ആ സ്ട്രെസ് ഉണ്ടായി, ഇന്നയാൾക്ക് ഇന്ന സ്ട്രെസ് സംഭവിച്ച് ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ടും അത് മാറുന്നില്ലെങ്കിലാണത് മാനസിക രോഗത്തിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് എ നോർമൽ ഫാക്ടർ എന്നുകൂടി ഈ മാനസിക രോഗത്തെക്കുറിച്ച് നിർവചിക്കുമ്പോൾ DSM എടുത്തു പറയുന്നുണ്ട്. സോഷ്യലി ഡീവിയന്റ് ബിഹേവിയർ, പൊളിറ്റിക്കൽ, റിലീജിയസ് ഓർ സെക്ഷുവൽ and conflicts that are primarily between the individual and society are not mental disorders. ഇപ്പൊ ചില ആളുകൾ പൊളിറ്റിക്കലായിട്ടും റിലീജിയസ് ആസ്പെക്റ്റുകളിലേക്കും സെക്ഷൽ ആസ്പെക്റ്റിലും ഒക്കെയും ചില ആൾക്കാർ എന്താണ് ഒരു ഡീവിയൻ ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ അത് നമ്മൾ ഭയങ്കരമായിട്ട് കയറി മാനസിക രോഗമാണെന്ന് പറയരുത്. എന്തുകൊണ്ട് ആ സെക്ഷുവാലിറ്റി അവർ ഇൻക്ലൂഡ് ചെയ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരിക്കലും ഒരു ഒബ്ജക്റ്റീവ് അല്ല, ഇറ്റ് ഈസ് എ സബ്ജക്റ്റീവ്. എൻ്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് അതേ തീവ്രതയിലായിരിക്കത്തില്ല എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വേറെ ഒരാളുടെ സെക്ഷുവാലിറ്റി. സോ അവർ ആ രീതിയിലാണ് എടുത്ത് പറയുന്നത്. അപ്പം എനിക്ക് അതിനോടുള്ള താല്പര്യങ്ങൾ, എൻ്റെ രീതികൾ, എൻ്റെ മനോഭാവങ്ങളൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം സെക്ഷൽ ഡിസോർഡറായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുമ്പോഴൊക്കെയും പറയുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ മാനസിക രോഗത്തെ അവർ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്. ഇനി ചില സൊസൈറ്റിയിൽ, പ്രത്യേകിച്ച് നമ്മൾ സൊസൈറ്റിക്കലായിട്ടുള്ള ആസ്പെക്റ്റുകൾ നോക്കണം എന്നുകൂടി DSM എടുത്തു പറയുകയാണ്. ഒരു കൾച്ചറിലും ഒരു സമൂഹത്തിലും ചില ആക്ടിവിറ്റികളും പ്രവണതകളും ഒക്കെ ഉണ്ടാകും. അത് മാനസിക രോഗമാണ് നമ്മളെടുത്ത് പറയാനായിട്ട് പാടില്ല. അത് കൾച്ചറൽ ഫാക്ടറാണ്. അപ്പം മാനസിക രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കൊഗ്നിഷൻ, ഇമോഷൻ, അതോടൊപ്പം തന്നെ അവൻ്റെ ബിഹേവിയർ, അതിന് അവന് വേണ്ട രീതിയിൽ മുന്നോട്ട് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റാതെ പോകുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവന് സോഷ്യലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്നില്ല, അവന് ജോലിപരമായിട്ട് കാര്യങ്ങൾ ഫങ്ഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവൻ ചെയ്യേണ്ട വലിയ വലിയ ആക്ടിവിറ്റികളൊന്നും ചെയ്യാനായിട്ട് പറ്റാതെ പോകുന്ന അവസ്ഥയാണ് നമ്മൾ ഈ മാനസിക രോഗം എന്ന് പറയുന്നത്. ഈ മാനസിക രോഗം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് ചെറിയ ചെറിയ സ്ട്രെസ് മുതൽ വലിയ സ്കിസോഫ്രേനിയ എന്നൊക്കെ പറയുന്ന രോഗം വരെ ഉണ്ട്. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ മാനസിക പ്രശ്നം എന്നാണ് പറയുന്നത്. അപ്പം മാനസിക രോഗം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ രോഗങ്ങൾ മാത്രമായിട്ട് കേട്ട് നിൽക്കരുത്, മറിച്ച് ഇതെല്ലാം കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് DSM എപ്പോഴും ഒരു രോഗത്തെ അസസ് ചെയ്യുമ്പോഴത്തേക്ക് 4 ഫോമാണ് അവർ ഉപയോഗിക്കുന്നത്. ഒന്ന് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്. ഇങ്ങനെ 4 കാറ്റഗറികളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ DSM-4 അതിന് മുമ്പൊക്കെയുള്ള പുസ്തകങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചത് എന്താണ്, ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ്, സൈക്കോട്ടിക് ഡിസോർഡർ. ഇപ്പം ആ ഒരു ഡിവിഷൻ ഇല്ല എന്നുള്ളതല്ല, അതിന്റെ സൂചനകളുണ്ട്. പക്ഷെ അതുപോലെ ഭയങ്കരമായിട്ടുള്ള ഡിവിഷൻ DSM-5 എടുത്ത് പറയുന്നില്ല. മറിച്ച് അവർ പറയും മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട്.
സംഭവം പിടികിട്ടിയോ? Yes, sir. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ കാറ്റഗറികൾ. ഇനി അതോടൊപ്പം തന്നെ ഇവര് DSM-5 പറയുകയാണ് കോഷനറി സ്റ്റേറ്റ്മെന്റ് ഫോർ ഫോറൻസിക് യൂസ് ഓഫ് DSM-5. ഫോറൻസിക് സൈക്കോളജിസ്റ്റുകളൊക്കെയും ഇത് ഉപയോഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കോഷനറി ആകണം. അവർ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചേ ഈ കാര്യം ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. കാരണം ചില ക്രൈം ടെൻഡൻസികളും ക്രൈമും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ രോഗത്തെ അസസ് ചെയ്തിട്ടാണ് അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് അതിന് നമ്മൾ എന്താണ് കോടതികളിൽ അവതരിപ്പിക്കുന്നത്. സോ ദ ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഷുഡ് ബി സോ മച്ച് കോഷ്യസ് ആകണം. അങ്ങനെ കോൺഷ്യസ്ലി ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കണം ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾക്ക് ഉണ്ടാകേണ്ടത് എന്നുള്ളതാണ് DSM-5 പറയുന്നത്. അപ്പം അവിടെ നമ്മൾ ആരാണ് ഒരു ഫോറൻസിക് സൈക്കോളജിസ്റ്റും സാധാരണ രീതിയിലുള്ള ഒരു സൈക്കോളജിസ്റ്റും എന്ന ഒരു നിർവചനം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിനകത്ത് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ കൗൺസിലേഴ്സും ഒക്കെ ആ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവരെല്ലാം ദേ ആർ ഫോർ ദ ക്ലയന്റ്. അവര് ക്ലയന്റിന് വേണ്ടി നിലനിൽക്കുന്നവരാണ്. ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ഈസ് നോട്ട് ഫോർ ക്ലയൻസ്, ദേ ആർ ഫോർ ദ കോർട്ട്. അവർ കോർട്ടിന് വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്, ന്യായത്തിന് വേണ്ടിയാണ്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയന്റിന്റെ പരിപൂർണമായിട്ടുള്ള അവരുടെ ആവശ്യകതയ്ക്ക് വേണ്ടിയാണ് സാധാരണ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും ഒക്കെ നിലനിൽക്കുന്നത്. എന്നാൽ ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ നിലനിൽക്കുന്ന എപ്പോഴും കോർട്ടിന്റെ പർപ്പസിന് വേണ്ടിയാണ്. തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? സോ വെൻ ദേ ആർ യൂസിങ് DSM-5 ഈ ഒരു കോൺഷണറി അപ്രോച്ച് അവർക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് DSM-5 എടുത്തു പറയുന്നത്. ക്ലിയർ ആണോ? Yes, Father. ഓക്കെ, വെരി ഗുഡ്. ഇനി സെക്ഷൻ 2 രണ്ടാമത്തെ സെക്ഷനിലുള്ള കാര്യമാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം പറയാനായിട്ട് പോകുന്നത്. അപ്പം അവിടെ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ രോഗങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയായിരിക്കും പറയും. നമ്മുടെ സൗകര്യത്തിനനുസരിച്ചും ചിലത് കുറവായിരിക്കും, ചിലത് കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളൊന്ന് സിന്തസൈസ് ചെയ്യും. ഒരു ദിവസം എത്ര തീർക്കാനായിട്ട് പറ്റും എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ DSM-5 ക്ലാസ് തുടങ്ങുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നരേറ്റ് ചെയ്ത് തുടങ്ങുന്നത് ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തുടക്കമാണ്. പിന്നീട് ഓരോന്നും ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. അവസാനിക്കുന്നത് കൊഗ്നിറ്റീവ് ഡിസോർഡറിനകത്താണ്. ഒന്നാമത്തത് ന്യൂറോ ഡെവലപ്മെന്റിനകത്ത് ചില മാറ്റങ്ങളും. ആദ്യ കാലങ്ങളിലൊക്കെ DSM-4 അവർ ഉപയോഗിച്ചിരുന്നത് മെന്റൽ റിട്ടാർഡേഷൻ എന്നുള്ള വാക്കായിരുന്നു. ഇപ്പോഴതിന് ആ ഒരു ചാപ്റ്ററിന്റെ പേരൊക്കെ മാറ്റി അവർ ഉപയോഗിക്കുന്നത് ഹാസ് ന്യൂ നെയിം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. അപ്പം അതൊന്നും നമുക്ക് വേണ്ട. അതെല്ലാം നമ്മൾ ഞാൻ നോട്ടിനകത്ത് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഓരോന്നോരോന്ന് രോഗങ്ങൾ കണ്ട് പറയുന്നതായിരിക്കും. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അസ്പേഴ്സ് ഡിസോർഡർ, ചൈൽഡ്ഹുഡ് ഡിസിൻറ്റഗ്രേറ്റീവ് ഡിസോർഡർ, പെർവേഴ്സീവ് ഡെവലപ്മെന്റ് ഡിസോർഡേഴ്സ്, ഇങ്ങനെ ഇഷ്ടംപോലെ രോഗങ്ങളെ കുറിച്ച് ഈ ഒരു ഭാഗം ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ സംസാരിക്കും. അതോടൊപ്പം തന്നെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, 2 രോഗങ്ങളാണ്. ADHD എന്ന് പറയുന്ന ഒരു രോഗം. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ശതമാനം കുട്ടികളിലും ഈ ADHD ഒരുമിച്ചാണ് ഉണ്ടാകുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറയുന്ന ഒരു രോഗം, ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന വേറൊരു രോഗം. ഇതിന് 2 രോഗങ്ങളാണ്. പക്ഷെ മിക്ക കുട്ടികളിലും ഇതിന്റെ 2ന്റെയും സിംറ്റം ഒരുമിച്ച് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പം അതാണ് ഒന്നാമത്തെ ചാപ്റ്റർ രോഗം. രണ്ടാമത് അവർ സംസാരിക്കുന്നത് ഈ രോഗത്തെക്കുറിച്ചാണ്, സ്കിസോഫ്രീനിയ. ഒരു ചൈൽഡ്ഹുഡിൽ കഴിഞ്ഞു ഒരാൾക്ക് ഈ സ്കിസോഫ്രീനിയ ഡിസോർഡർ, നേരത്തെ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് എന്നുള്ള പേരായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു പേര്. ഇപ്പോഴവർ ഉപയോഗിക്കുന്ന ടേം എന്ന് പറഞ്ഞാൽ സ്കിസോഫ്രീനിയ സ്പെക്ട്രം ആൻഡ് അതർ സൈക്കോട്ടിക് ഡിസോർഡർ. ഇതിന്റെ കാറ്റഗറിയിൽ കുറേയേറെ രോഗങ്ങൾ ഉണ്ടാകും. ഉദാഹരണത്തിന് പാരനോയിഡ് സ്കിസോഫ്രീനിയ, കറ്ററ്റോണിയ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞുള്ള രോഗങ്ങളെല്ലാം അതിന്റെ കാറ്റഗറിയിൽ സ്കിസോ അഫക്റ്റീവ് ഡിസോർഡർ, ഡിസ്ഓർഗനൈസ്ഡ് ഡിസോർഡർ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മാനസിക രോഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ രോഗം. അപ്പൊ അതിന് 2 സിംറ്റംസ് ഉണ്ടാകണം. ഡെലൂഷൻ ആൻഡ് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന 2 സിംറ്റം ഉണ്ടെങ്കിൽ മാത്രമേ ആ രോഗത്തെ നമുക്ക് അതായിട്ട് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ.
അടുത്ത ഒരു ചാപ്റ്റർ രോഗമാണ് ബൈപ്പോളാർ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗം. അതിനകത്ത് പ്രധാനമായിട്ടും 3 രോഗങ്ങളാണ് നമുക്കുള്ളത്. ബൈപ്പോളാർ ഫസ്റ്റ്, ബൈപ്പോളാർ സെക്കൻഡ് ഡിസോർഡർ, കാറ്ററ്റോണിക് എന്ന് പറയും. സോറി, എന്താണ്, അയ്യോ പേര് വിട്ടുപോയല്ല. ബൈപ്പോളാർ ഫസ്റ്റ്, സെക്കൻഡ്, പേര് ഞാൻ ഓർക്കുമ്പോൾ പറയാം, വിട്ടുപോയി പെട്ടെന്ന്. പിന്നെ അതോടൊപ്പം തന്നെ അൻസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. മറ്റൊരു ചാപ്റ്ററാണ് ഡിപ്രസീവ് ഡിസോർഡർ. ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഡിസ്റപ്റ്റീവ് മൂഡ് ഡിസ്റെഗുലേഷൻ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു രോഗം. പ്രീ മെൻസ്ട്രൽ ഡിസ്ഫോറിയ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്. അവരുടെ മെൻസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തൊട്ട് ലൂണൽ ഫേസിൽ എന്താണ് ഓവുലേഷൻ്റെ സമയം തുടക്കം മുതൽ അവർക്ക് ചിലപ്പോൾ ഈ ഒരു ഡിപ്രഷൻ ഉണ്ടാകും. അപ്പം അതെങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതൊക്കെയാണ് ആ ഡിപ്രസീവ് ഡിസോർഡർ. ഈ 3 ചാപ്റ്ററും ഇതിനകത്ത് നമ്മൾ സ്കിസോഫ്രീനിയ പറഞ്ഞു, ബൈപ്പോളാർ പറഞ്ഞ്, ഡിപ്രഷൻ പറഞ്ഞു. ഈ ഡിപ്രഷനിലുള്ള ഒരു പോളാറാണ് ബൈപ്പോളാറിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്കിസോഫ്രീനിയയുടെ രോഗം വലിയൊരു രോഗത്തിന്റെ നടുക്ക് കൊണ്ടുവന്ന് ഈ ബൈപ്പോളാറിനെ വെച്ചിട്ട് അതിനുശേഷം DSM-നെ അവർ ഇന്റഗ്രേറ്റ് ചെയ്ത. നേരത്തെ ഈ രോഗങ്ങളെയൊക്കെ പറഞ്ഞിരുന്നത് മൂഡ് ഡിസോർഡർ എന്നുള്ള ഗണത്തിലൊക്കെ ആയിരുന്നു ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പൊ നിങ്ങൾ പഴയ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെയായിരിക്കും. ഇപ്പോഴ് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ചാപ്റ്റർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. മറ്റൊരു രോഗമാണ് അൻസൈറ്റി ഡിസോർഡർ. അവിടെ ഫോബിക് റിയാക്ഷന്, പാനിക് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് പറയുന്നു. അഗ്രോഫോബിയ, സോഷ്യൽ അൻസൈറ്റി ഡിസോർഡർ, സപ്രഷൻ, കുട്ടികളിൽ ഉണ്ടാകുന്ന ഡിസോർഡറുകൾ, സെലക്റ്റീവ് മ്യൂട്ടിസം, ചില സാഹചര്യങ്ങളിൽ കുട്ടികൾ എന്താണ് സെലക്റ്റീവായിട്ട് മ്യൂട്ടായി പോകുന്ന അവസ്ഥകൾ, ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം പറയുന്നത് ഈ അൻസൈറ്റി ഡിസോർഡറിനകത്താണ്. ഇനി മറ്റൊരെണ്ണമാണ് ഒബ്സസീവ് കമ്പൾസീവ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഡിസോർഡർ. ചില ആൾക്കാർ എന്താണ് സ്കിൻ പിറ്റിങ്, നമ്മുടെ തൊലിയിൽ ഇങ്ങനെ ഞുള്ളി അവിടെ ഇരിച്ചിരിച്ചിരിക്കുകയാണ്, ഞുള്ളി ഇരുത്തുകളായി. അപ്പൊ ആ തൊലി അങ്ങനെ അവർ പോയി അവർക്കത് പ്രയാസമാകുന്ന, ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മാർഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓർത്തിരുന്നിട്ട് ബോഡി ഫോക്കസ്ഡ് റിപ്പീറ്റേറ്റീവ് ബിഹേവിയറിലേക്ക് അവർ പോകുന്നു, കമ്പൾസീവ് ആയിട്ടുള്ള ആക്ഷനിലേക്ക് പോകുന്നു, ട്രിച്ചിറ്റിലോമാനിയ അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് അതിനെ നമ്മൾ അറിയപ്പെടുന്നത്. ഹോർഡിങ് ഡിസോർഡർ, എക്സ്കോറിയേഷൻ എന്നൊക്കെ പറയുന്ന ചില ആൾക്കാരെ, ചില സ്ത്രീകളിലൊക്കെ കാണുന്ന ഒരു അവസ്ഥയാണ്. ഷോപ്പുകളിലൊക്കെ പോയാൽ എല്ലാം കമ്പൽ ചെയ്തിങ്ങനെ വായിക്കണം. അങ്ങനെ കമ്പൽഷൻ ഉണ്ടായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോർഡിങ് ഡിസോർഡർ. അപ്പം അങ്ങനെയുള്ള ഡിസോർഡറുകളെല്ലാം ഈ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡറിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതേ പേരിൽ തന്നെ വേറൊരു രോഗമുണ്ട്, അത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറിനകത്ത് വരുന്ന ഒരു 10 രോഗങ്ങളിൽ പെടുന്ന ഒരു രോഗമാണ് അത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂഡ് ഡിസോർഡർ ഗണത്തിലായിരുന്നു നേരത്തെ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഒബ്സഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന രോഗമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതിങ്ങനെ ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ 19 ചാപ്റ്റർ. പിന്നെ ട്രോമ ആൻഡ് സ്ട്രെസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, എന്താണ് PTSD അല്ലെങ്കിൽ എന്താണ് റിയാക്റ്റീവ് അറ്റാച്ച്മെന്റ് ഡിസോർഡർ എന്നൊക്കെയുള്ളതിനെ കുറിച്ചൊക്കെ അവർ പറയുന്നു. മറ്റൊരു ചാപ്റ്റർ ആയിട്ട് പറയുന്നത് ഡിസോസിയേറ്റീവ് ഡിസോർഡർ, ഡീപേഴ്സണലൈസേഷൻ ആൻഡ് ഡിറ്ററലൈസേഷൻ. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആളുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളും എല്ലാം മറന്നു പോകുന്ന അവസ്ഥകൾ, ആളുടെ പേരെന്താണ്, നാടെന്താണ്, വീടെന്താണ് എന്നൊന്നും ഓർക്കാനായിട്ട് പറ്റാത്ത അവസ്ഥയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ രോഗങ്ങളെ കുറിച്ചാണ് ഡിസോസിയേറ്റീവ് ഡിസോർഡറിനകത്ത് അവർ സംസാരിക്കുന്നത്. മറ്റൊരു രോഗമാണ് എന്താണ് സൊമാറ്റിക് സിംപ്റ്റം ആൻഡ് റിലേറ്റഡ് ഡിസോർഡർ. സൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനുണ്ടാകുന്ന രോഗമില്ല, ആശുപത്രിയിൽ പോകുന്നു, ഫോക്കസ് എല്ലാം ചെയ്യുന്നു, കണ്ടുപിടിക്കാനായിട്ട് ഡോക്ടറിന് ഒരിക്കലും പറ്റില്ല, വീട്ടിൽ തിരിച്ചു വരുമ്പം ആൾക്ക് വയറുവേദന. ഇങ്ങനെ സൊമാറ്റിക് ആയിട്ടുള്ള രോഗം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ കൺവേർഷൻ ഡിസോർഡർ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സൊമറ്റൈസേഷൻ, സൊമാറ്റോഫോം ഡിസോർഡർ എന്നൊക്കെയാണ് അതിനെ പറയുന്നത്. അപ്പം ആ രീതിയിലുണ്ടാകുന്ന കുറേ രോഗങ്ങളെ കുറിച്ച് അവർ സംസാരിക്കുന്ന മറ്റൊരു മേഖലയാണ് ഫീഡിങ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ. നമുക്ക് അനറക്സിയ നെർവോസ, ബുളൂമിയ നെർവോസ, പിക്ക, ബിഞ്ച് ഈറ്റിംഗ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളെല്ലാം ഈ ഈറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രോഗമാണ്. എൻ്റെ ഒരു കസിൻ അവന് പണ്ട് കുഞ്ഞിലേ ചെറിയ അസുഖമുള്ളതാണ്. അപ്പൊ ഇവന് ഇപ്പം ഈ സ്കിസോഫ്രീനിയ സൈക്കാട്രിയുടെ ഒരു ചെറിയ മെഡിസിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ആളുടെ പ്രത്യേകത പകല് അത്ര വലിയ ഭയങ്കരമായിട്ട് കഴിക്കത്തില്ല. രാത്രി ആയി കഴിഞ്ഞാൽ, രാത്രി 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരം വെളുക്കുന്നിടം വരെ കയറി ഇറങ്ങി കളിക്കാൻ കഴിക്കും. പകല് നമ്മൾ 2-3 പ്രാവശ്യമാണ് കഴിക്കുന്നത്. ഇവൻ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു 20 തവണയെങ്കിലും കഴിച്ചിരിക്കും.
അപ്പം അതാണ് അവരെന്നിട്ട് ഈ ഇറച്ചിയും മീനും എല്ലാം വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വാങ്ങിച്ചു വെച്ചേക്കും. അനറെക്സി ഈറ്റിംഗ് ഡിസോർഡറാണ്. അപ്പം അങ്ങനെയുള്ള ആള് പണ്ടേ കുഞ്ഞിലേ ഒരു രോഗാവസ്ഥയിൽ ഒരു ഓട്ടിസം കണക്കൊക്കെയുള്ള ഒരു സംഭവമുള്ള ഒരു പയ്യനാണ്. അപ്പം ഇതാണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത്. പിന്നെ എലിമിനേഷൻ ഡിസോർഡർ, അത് പ്രത്യേകിച്ചും കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന അവരുടെ ടോയ്ലറ്റിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരവസ്ഥയാണ്. എനിക്ക് നല്ലൊരു പരിചയമുള്ള ഒരു 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 ചേച്ചി ഉണ്ടായിരുന്നു. ആള് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവർ കൃത്യമായിട്ടും അതിനു മുമ്പ് ഒന്നീ ആളയച്ച് നോക്കും, അല്ലെങ്കിൽ ഇവർ തന്നെ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സ്ഥലത്ത് ഇതിന് മുൻകൂട്ടി ഒന്ന് ഇറങ്ങും, കുറച്ചായിട്ട് ഇറങ്ങി ഈ ടോയ്ലറ്റും ബാത്റൂമും ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ആള് പുറത്തു പോകത്തുള്ളൂ. അപ്പം ആ എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബൗൾ സിൻഡ്രോം എന്ന് പറയും. അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ചിലവർക്ക് ഉണ്ടാകുന്നതാണ് ഈ ഒരു രോഗം, എലിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരെണ്ണമാണ് സ്ലീപ്പ് വേക്കിംഗ് ഡിസോർഡർ, ഇൻസോമിനിയ, ഉറക്കമില്ലായ്മ, അല്ലെങ്കിൽ നെർക്കലപ്സി. എനിക്ക് പരിചയമുള്ള ഒരു നേഴ്സ് ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും നമ്മുടെ അവിടെ വന്ന കൗൺസിലിംഗ് കോഴ്സിന് പഠിക്കാനായിട്ട് വന്നേ. ആളുടെ പ്രശ്നം എന്താണെന്നറിയോ? ആള് സ്കൂട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്കൂട്ടി എടുത്തു അന്ന് അപകടമാണ്, എവിടെയെങ്കിലും പോസ്റ്റ് ഇടിക്കും. വണ്ടിയിലാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് പിന്നെ അവർ കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ വിളിച്ചുണർത്തണം, എങ്കിലേ ഇവരിങ്ങനെ ഉറങ്ങിപ്പോകും. നർക്കലപ്സി എന്ന് പറയുന്ന ഒരവസ്ഥ. ചില ആൾക്കാർക്ക് ഈ നർക്കലപ്സിയുടെ കൂടെ തന്നെ കാറ്റലപ്സി എന്ന് പറയുന്ന ഒരു സംഭവം കൂടി ഉണ്ടാകും. നർക്കലപ്സി വിത്ത് കാറ്റലപ്സി എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ബോഡി ടൈറ്റനായി പോകും, ബോഡി ഭയങ്കരമായിട്ട് ഭയങ്കര വലിഞ്ഞു മുറുകി അങ്ങ് അനക്കാൻ പറ്റാത്ത രീതിയാകുന്നതാണ് കാറ്റലപ്സി എന്ന് പറയുന്നത്. ചില ആൾക്കാരിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അങ്ങനെയുള്ള രോഗങ്ങളും ഹൈപ്പർ വെന്റിലേഷൻ എന്താണ്, സിക്കാർഡിയൻ റിതം ഡിസോർഡർ, സ്ലീപ്പ് വേക്കിംഗ് ഡിസോർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് ഈ സ്ലീപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രോഗാവസ്ഥയിലാണ് പറയപ്പെടുന്നത്. ഇനി മറ്റൊരു രോഗമാണ് സെക്ഷൽ ഡിസ്ഫങ്ഷൻ. സെക്ഷൽ ഡിസ്ഫങ്ഷനും ഉണ്ട്, സെക്ഷൽ ഡിസോർഡറും ഉണ്ട്. അല്ലെങ്കിൽ അതിന് സെക്ഷൽ ഡിസോർഡർ നമ്മൾ വിളിക്കുന്ന പേര് പാരഫീലിയ എന്നാണ്. സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം സെക്സിന് വേണ്ടി വർക്ക് ചെയ്യാത്ത അവസ്ഥയാണ് നമ്മൾ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അത് ആണിനും പെണ്ണിനും ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഫീമെയിൽസിൽ ഉണ്ടാകുന്നത് ഫീമെയിൽ സെക്ഷൽ ഇൻട്രസ്റ്റ് എറൗസൽ ഡിസോർഡർ എന്ന് പറയുന്ന ഒരു രോഗം. നേരെ എറൗസൽ ഡിസോർഡർ എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പം ഫീമെയിൽ സെക്ഷൽ ഇൻട്രസ്റ്റ് എറൗസൽ ഡിസോർഡർ എന്നുള്ള കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ജെനിറ്റോ പെൽവിക് പെയിൻ പെനട്രേഷൻ ഡിസോർഡർ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇപ്പോഴേ പൊതുവെ അറിയപ്പെടുന്ന പേര് ജെനിറ്റോ പെൽവിക് പെയിൻ പെനട്രേഷൻ ഡിസോർഡർ. നേരത്തെ ഈ രോഗത്തെ വിളിച്ചിരുന്ന പേര് വജീനിസ്മൂസ് ആൻഡ് ഡിസ്പെറേനിയ എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോഴ് ജെനിറ്റോ പെൽവിക് പെയിൻ പെനട്രേഷൻ ഡിസോർഡർ എന്നാണ് പറയുന്നത്. ചില സ്ത്രീകളിൽ ഉണ്ടാകുന്നതാണ്, പുരുഷന്മാരിലൊക്കെ ഉണ്ട്. ഞാൻ കെട്ടിച്ച ഒരു പെൺകുച്ചിന് ഞാൻ തന്നെ ഡൈവേഴ്സിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട്. അത് ഈ സംഭവമാണ് സെക്ഷൽ അവേർഷൻ. നമുക്ക് ഈ സെക്സ് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമുക്ക് ചില ആൾക്കാരൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതെന്താണ് ആ ഒരു മേഖല മൊത്തം സംസാരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററാണ്. മറ്റൊരെണ്ണമാണ് ജെൻഡർ ഡിസ്ഫോറിയ. അപ്പൊ അത് നമ്മൾ ജെൻഡർ ഡിസ്ഫോറിയയിൽ പറയുന്നത് പൊതുവെ ആണായിരിക്കും, പക്ഷെ പെണ്ണിന്റെ സ്വഭാവം, ജെൻഡർ ഐഡന്റിറ്റി ഡിസോർഡർ. അതിന് ആ ഒരു രീതിയിലുള്ള രോഗങ്ങളെല്ലാം പറയുന്നത് ഈ ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്താണ്. അതെന്താണെന്ന് നമ്മൾ കാണുന്നതായിരിക്കും. GID എന്നാണ് അതിനെ പൊതുവെ വിളിക്കുന്നത്. ഇനി മറ്റൊരെണ്ണമാണ് ഡിസ്റപ്റ്റീവ് ഇമ്പൾസ് കൺട്രോൾ ആൻഡ് കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഭാഗം ഡിസോർഡർ ഉണ്ട്. ഒപ്പോസിഷൻ ഡിസോർഡർ, ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ, ക്ലെപ്റ്റോമാനിയ, പൈറോമാനിയ, ഇന്റർനെറ്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ എന്നൊക്കെ പറയുന്ന അവസ്ഥകളെല്ലാം കുട്ടികളിൽ ഉണ്ടാകുന്ന എല്ലാ രോഗങ്ങളെയൊക്കെയും ഈ ഒരു കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായിട്ടുള്ളൊരു സംഭവം ഞാൻ പറയാം. ഞാൻ ഇപ്പം ഈ പോലീസുകാർക്ക് നമ്മുടെ ജയിലിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുന്നപ്പം ഈ ഒരു സംഭവമായിരുന്നു നരേറ്റ് ചെയ്തത്, കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടൊക്കെ. അപ്പൊ ഈ രാത്രി സമയമാകുമ്പോഴത്തേക്ക് എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പണ്ട്. രാത്രി സമയമാകുമ്പോഴത്തേക്ക് എവിടുന്നെങ്കിലും ഇവന്മാർക്ക് നമ്പർ കിട്ടും. മനസ്സിലാകുന്നു ഞാൻ പറയുന്നത്, ശ്രദ്ധിച്ചിരിക്കണം. നമ്പർ കിട്ടിയിട്ട് ഈ നമ്പർ എടുത്തു വെച്ചിട്ട് ആരാണ് അൺനോൺ പേഴ്സൺസ് ആയിരിക്കും. അൺനോൺ പേഴ്സൺസിന്റെ നമ്പറിൽ നിന്ന് എവിടുന്നെങ്കിലും കളക്ട് ചെയ്ത് എടുത്തിട്ട് ഇവർ റിങ് ചെയ്ത് ആ പേഴ്സൺ അതെടുത്തു എന്ന് മനസ്സിലാക്കുമ്പോൾ എടുത്തിട്ട് അവരുടെ ശബ്ദങ്ങളും ഞെരുക്കങ്ങളും അവരുടെ ഉറക്കത്തിന്റെ കൂർക്കമ്പലികളും ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ സെക്സിനെ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയുള്ള രോഗത്തെ വിളിക്കുന്ന പേരാണ് ടെലഫോൺ സ്കാറ്റലോജിയ. ഇഷ്ടംപോലെ നല്ല നല്ല പേരുകളും വാക്കുകളും ഒക്കെ നമ്മൾ പഠിക്കും.
അപ്പം ഇഷ്ടംപോലെ ആൾക്കാരിൽ ഈ രോഗമുണ്ട്. പക്ഷെ ഇനിയും അങ്ങനെയുള്ള രോഗങ്ങളെ കുറിച്ച് ഇറ്റ് നീഡ്സ് എ ഫർദർ സ്റ്റഡി എന്നാണ് പറയുന്നത്. അത് രോഗമായിട്ട് അവരെ ഇന്റഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടില്ല, പക്ഷേ അതിൻ്റെ ക്ലിനിക്കൽ ഡയഗ്നോസുകൾ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു രോഗമുണ്ട്. രോഗം ഈസ് കോൾഡ് എന്താണ്? ടെലഫോൺ സ്കാറ്റലോജിയ. കേട്ടിട്ടുണ്ടോ? അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ അതിനെയൊക്കെ കുറിച്ചൊക്കെ ഇതിനകത്താണ് നമ്മൾ. പിന്നെ സബ്സ്റ്റൻസ് റിലേറ്റഡ് അഡിക്റ്റീവ് ഡിസോർഡർ. നമ്മുടെ എല്ലാ സബ്സ്റ്റൻസുകളും ഏകദേശം നമുക്ക് ഒരു 10 കാറ്റഗറി സബ്സ്റ്റൻസുകളാണ് ഇന്ന് ലോകത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഉപയോഗിക്കുന്നത് വഴിയും അത് ഉപയോഗിക്കാതിരിക്കുന്നത് വഴി, ഉപയോഗിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഉപയോഗിക്കാതിരിക്കുന്ന വഴിയൊക്കെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചും കനാബിസ് ഡിസോർഡറുകളെ കുറിച്ചൊക്കെ നരേറ്റ് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ. സബ്സ്റ്റൻസ് റിലേറ്റഡ് അഡിക്റ്റീവ് ഡിസോർഡർ, പ്രത്യേകിച്ച് MDMA എന്നൊക്കെയുള്ള കാറ്റഗറി. MDMA ഇതിനകത്തില്ല പ്രത്യേകമായിട്ടും. MDMA ഈസ് കൺസിഡേഴ്സ് വാട്ട്? എന്താണ്? സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സബ്സ്റ്റൻസ് ഉപയോഗിക്കുന്നത് വഴിയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ അത് പെട്ടെന്ന് നിർത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതെല്ലാം ഈ ഒരു ചാപ്റ്ററാണ്. മറ്റൊരെണ്ണമാണ് ന്യൂറോ കൊഗ്നിറ്റീവ് ഡിസോർഡർ. ന്യൂറോ കൊഗ്നിറ്റീവ് ഡിസോർഡറിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ് എന്താണ് നമ്മുടെ ബ്രെയിനുമായിട്ട് കൊഗ്നിഷനകത്ത് ഉണ്ടാകുന്ന രോഗാവസ്ഥകൾ. മറ്റൊരു രോഗമാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ, നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന ദൂഷ്യങ്ങൾ. ഏകദേശം ഒരു 10ഓളം രോഗങ്ങളാണ് ഇതിനകത്തുള്ളത്. അതെന്താണെന്ന് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ കാണാം. നാളെ തുടക്കം നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിരിക്കും. ഇനി പാരഫീലിയ എന്ന് പറയുന്ന മറ്റൊരു രോഗം. ഞാൻ സെക്സുമായിട്ട് ബന്ധപ്പെട്ട് അവർ 3 രോഗങ്ങളാണ്, 3 ചാപ്റ്റർ ഡിസോർഡേഴ്സുകളാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ ശരീരം വർക്ക് ചെയ്യാത്ത അവസ്ഥ, സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയും. പ്രീമച്ചർ ഇജാഗുലേഷൻ, ഡിലേഡ് ഇജാഗുലേഷൻ, എന്താണ് താല്പര്യമില്ലായ്മകള്, വജേസിമോസ്, ഡിസ്പറേനിയ, ഇതെല്ലാം ആണിലും പുരുഷനും ഉണ്ടാകുന്ന ഡിസ്ഫങ്ഷൻസുകളാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നു. പിന്നെ ആണാണോ പെണ്ണാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചില ആൾക്കാർ പോകുന്നത് ജെൻഡർ ഡിസ്ഫോറിയ എന്ന് പറയുന്നു. ഇനി അതോടൊപ്പം തന്നെ മറ്റൊരു ഭാഗമാണ് പാരഫീലിയ. പാരഫീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നോർമൽ പേഴ്സൺസ് ആണ്, കുട്ടികളെ കാണുമ്പം പിടിച്ചുപയോഗിക്കണം. അല്ലെങ്കിൽ എന്താണ്, സ്ത്രീകളുടെ വസ്ത്രമൊക്കെ അവിടെ കിടക്കുന്നു, അത് കാണുമ്പോൾ ഇവന്മാർക്ക് അതെടുത്ത് ഉപയോഗിക്കണം. ആണിനുമുണ്ട് പെണ്ണിനുമുണ്ട്. ഇനി ഒളിഞ്ഞു നോക്കണം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്ന കുറേയേറെ രോഗങ്ങളുണ്ട്. അത് നമ്മൾ എലാബറേറ്റ് ആയിട്ട് കാണും. ആ രോഗങ്ങളെക്കുറിച്ചെല്ലാം സംസാരിക്കുന്നത് ഈ പാരഫീലിക് ഡിസോർഡറാണ്. അപ്പം ഇത്രയും ഭാഗങ്ങളെ കൊണ്ട് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ സെക്ഷൻ അവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ എന്തായിരുന്നു സംസാരിച്ച് ഞാൻ പേര് കാണുന്നവരെ വിളിക്കാം. ഒന്നാമത്തെ സെക്ഷനകത്ത് എന്താണ് സുഷി ആളുണ്ടോ എന്ന് പറയാമോ? ഒന്നാമത്തെ സെക്ഷനകത്ത് എന്തൊക്കെയായിരുന്നു സംസാരിച്ചത്? ആരെങ്കിലും പറ. ICT 10th വേർഷനിന്ന് എങ്ങനെയൊക്കെ പുതിയ വേർഷൻ മാറി കിടക്കുന്നു എന്നുള്ളത്, അതിന്റെ അതല്ല ഞാൻ ചോദിച്ചത്. നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ, ഫസ്റ്റ് സെക്ഷനില് DSM-5 ഒന്നാമത്തെ സെക്ഷൻ എന്തൊക്കെയായിരുന്നു സംസാരിച്ചത്? What is mental disorder? History of mental disorder. വെരി ഗുഡ്. അപ്പം ആദ്യത്തെ സെക്ഷൻ സംസാരിക്കുന്നത് മെന്റൽ ഡിസോർഡർ എന്താണെന്ന് പറയുന്നു. അത് ICD-യും DSM-ഉം ഹാർമണൈസ് ചെയ്ത് എങ്ങനെയാണ്, ഈ DSM എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അതിന്റെ ഡെവലപ്മെന്റൽ ലൈഫ് സ്പാൻ എന്താണെന്ന് പറയുന്നു, അതെങ്ങനെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറയുന്നു, ഫോറൻസിക് സൈക്കോളജിസ്റ്റുകൾ എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ പറയുന്നത് ഒന്നാമത്തെ സെക്ഷൻ. അതൊരു ഇൻട്രൊഡക്ഷൻ ആണ്. ഒരു DSM-ന്റെ മുഴുവനായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ടറി ഭാഗമാണ് ഒന്നാമത്തെ സെക്ഷൻ ഡീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ സെക്ഷൻ ഡീൽ ചെയ്യുന്നത് മൊത്തം ഈ 19 ചാപ്റ്റർ രോഗങ്ങളെ കുറിച്ചാണ്. ന്യൂറോളജിക്കൽ ഡിസോർഡർ മുതൽ എന്താണ് കൊഗ്നിറ്റീവ് ഡിസോർഡർ വരെയുള്ള സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിക്കുന്നു. മൂന്നാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അവര് ആ DSM-ന്റെ മൂന്നാമത്തെ ഭാഗം, മൂന്നാമത്തെ സെക്ഷനിൽ അവർ പറയുന്നത് എമേർജിങ് മെഷേഴ്സ്. ഇനിയും ചില കാര്യങ്ങൾ, ചിലത് രോഗങ്ങളല്ല, ചിലത് ഇനിയും അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത് ആവശ്യമുണ്ട് എന്നും പറഞ്ഞൊക്കെ അങ്ങനെ എമേർജ് ചെയ്യുന്ന മെഷേഴ്സിനെ കുറിച്ചാണ് മൂന്നാമത്തെ സെക്ഷൻ ഡീൽ ചെയ്യുന്നത്. അവിടെ ഡീൽ ചെയ്യുന്ന സംഭവങ്ങൾ ഒന്ന് ഷെയറിങ് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഒന്നാമത്തെ കാര്യത്തിൽ അവർ പറയുന്നത് അസസ്മെന്റ് മെഷേഴ്സ്, കൾച്ചറൽ
കണ്ടീഷൻ ഫോർ ഫർദർ സ്റ്റഡി, ഓൾട്ടർനേറ്റീവ് DSM-5 മോഡൽ ഫോർ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ അവിടെ ഉണ്ട്. അതിന് അതേ ക്രൈറ്റീരിയ വെച്ച് തന്നെ അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഈ 3rd ചാപ്റ്ററിനകത്ത് വീണ്ടും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അതിനകത്ത് ഓൾട്ടർനേറ്റീവ് DSM-5 മോഡൽ ഫോർ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗം കാണുന്നത്. അപ്പം അതോടെ നമ്മുടെ DSM-ന്റെ മുഴുവൻ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം DSM എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്യാട്രിയുടെ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് നമുക്ക് 5 വേർഷനാണ് ഇപ്പോഴുള്ളത്. മൂന്നാമത്തെ വേർഷൻ അതിന്റെ ടെക്സ്റ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്, 4ാമത്തെ വേർഷൻ അതിന്റെ ടെക്സ്റ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്, 5ാമത്തിനും അതിന്റെ ടെക്സ്റ്റ് റിവൈസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇയർ എനിക്ക് ഓർമ്മയില്ല. അപ്പം DSM-5 2012 ഇറങ്ങിയത്. ഈ 12 ഇറങ്ങിയ പുസ്തകം 3 സെക്ഷനിലായിട്ടാണ് ജനങ്ങളിലേക്ക് അത് അവതരിപ്പിക്കുന്നത്. 1ാമത്തെ സെക്ഷൻ അതിന്റെ ചരിത്ര ഭാഗങ്ങള്, 2ാമത്തെ സെക്ഷനിൽ എന്താണ് മാനസിക രോഗങ്ങളുടെ ക്ലിനിക്കൽ ഡയഗ്നോസുകളും അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിക്കുന്നു. അതാണ് നമ്മളിപ്പം ഇത്രയും നേരം പറഞ്ഞത്. 3ാമത്തെ ഭാഗത്തില് അവർ സംസാരിക്കുന്നത് എന്താണ്, ഈ മാനസിക രോഗങ്ങളുടെ അസസ്മെന്റ്, എമേർജിംഗ് മെഷേഴ്സ്. ഇനിയും ചില രോഗങ്ങളെ കുറിച്ച് പഠനം വേണം. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞായിരുന്നു, ടെലഫോൺ സ്കറ്റലോജിയ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു. അത് കൃത്യമായിട്ടും അതിന്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയകൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നതുണ്ടെങ്കിൽ ഇന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ആ രോഗത്തെ നിർവചിച്ചിട്ടില്ല. മറിച്ച് അതിനെക്കുറിച്ച് ഇനിയും പഠനങ്ങൾ വേണേ എന്നുള്ള ഒരു ആഹ്വാനമാണ് സെക്ഷൻ 3 DSM-5 കൊടുത്തിരിക്കുന്നത്. അച്ഛൻ എന്തോ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ആരോ ടെലഫോൺ സ്കറ്റലോജിയ SC സ്പെല്ലിങ് ഒന്ന് നോക്കിയോ നിങ്ങള്? അങ്ങനെയാണെന്ന് തോന്നുന്നു. SCATALOGIA ടെലഫോൺ എന്താണെന്നറിയാലോ, ടെലഫോൺ സ്കറ്റലോജിയ. ഗൂഗിൾ ചെയ്തുമ്പോൾ കിട്ടുന്ന സാധനം. ഇഷ്ടംപോലെ രോഗങ്ങളും ഇഷ്ടംപോലെ ടേമുകളും ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ എന്ന് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പം ഇത്രയും മതിയാവും. ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു. എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടോ? Sir, namaskaram. Sir, sir, what is the difference between ICD-11 and DSM-5? ICD-11 എന്താണ്, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറപ്പെടുവിച്ച പുസ്തകമാണ്. ക്ഷമ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതായത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെ ഉപയോഗിക്കേണ്ട ഒരു പുസ്തകമാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പുസ്തകമാണ്. ICD-11 ആയാലും 10 ആയാലും 1 മുതൽ 11 വരെ ഉണ്ട് ഇപ്പോഴ്. എന്നാൽ DSM എന്ന് പറയുന്നത് അമേരിക്കൻ സൈക്യാട്രിയാണ്. അമേരിക്കൻ സൈക്യാട്രിസ്റ്റുകൾ രൂപകൽപ്പന കൊടുത്ത പുസ്തകമാണ്. ഇതിനകത്തുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICD-യിൽ എപ്പോഴും എല്ലാം പോയിന്റുകളാണ്. ഉദാഹരണത്തിന് F001, F002 എന്നൊക്കെ പറഞ്ഞുള്ള നൊട്ടേഷൻസിനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ DSM-നകത്ത് എല്ലാം എന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ആണ്. ഇന്നതാണോ ആ ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ രോഗം എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ? Yes, sir. വേറെ എന്തെങ്കിലും? സാറേ, ആ ബുക്ക് സാറ് തയ്യാറാക്കിയ ബുക്ക് അവൈലബിൾ ആണോ സാറിന്റെ? ഞാൻ പുസ്തകം കാണിക്കാം. ഓക്കെ. അത് വെച്ചിട്ട് ഞാൻ അതിന്റെ വ്യത്യാസം കാണിക്കാം. കാണാവോ? ഇത് കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് ഞാൻ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഉദാഹരണത്തിന് ഒരു എളുപ്പമുള്ള ഒരെണ്ണം എടുക്കാം. അല്ലാതെ വാങ്ങാൻ അവൈലബിൾ ആണെന്ന് ചോദിച്ചു. സാറിന്റെ കോപ്പി ഉണ്ടോ? കോപ്പി ഉണ്ട് ഉറപ്പായിട്ടും. കോപ്പി അന്ന് നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തപ്പോഴത്തേക്ക് പ്രീ ബുക്കിങ്ങിനായിട്ട് നമ്മൾ എടുത്തത് 830 രൂപയാണ് പ്രീ ബുക്കിങ്. പക്ഷേ നമ്മൾ പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് കൂട്ടിയായിരുന്നു. ഒരു 10, 20, 50 രൂപ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ റിയർക്ക് ബാക്കിയുള്ളവർ അതേ റേറ്റിൽ തന്നെ കൊടുക്കുന്ന കാര്യം, കാരണം ഇതിനപ്പുറം നമുക്ക് കുറയ്ക്കാനായിട്ട് മാർഗമില്ല.
കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബൈൻഡിങ് ഒക്കെ വലിയ ഭയങ്കരമായി പോയി. നമ്മളൊരു 300 ബുക്കാണ് ചെയ്തത്. 1000 ബുക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ എളുപ്പമായിരുന്നു, വലിയ എമൗണ്ട് വരത്തില്ലായിരുന്നു. ഒന്ന് അവൈലബിൾ ആക്കണേ സാർ. ബുക്ക് അവൈലബിൾ ആണ്, കുറച്ച് ബുക്ക് അവൈലബിൾ ആണ്. അപ്പൊ അത് റിയാദിന്റെ ഡീറ്റെയിൽ ഇടാം. എന്നാണ്ട് ഇതാണ് ബുക്ക്. കണ്ട ബൈൻഡൊക്കെ ഇങ്ങനെയും എനിക്കൊരു അബദ്ധം പറ്റിയതാ, അല്ലെ ഇത്ര ചെയ്യത്തില്ലായിരുന്നു. എൻ്റെ പേപ്പറുകളൊക്കെ ഇങ്ങനത്തെ പേപ്പർ കുറെ പേര് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പേപ്പർ എല്ലാം ഇങ്ങനെ പൊളിത്തി പിക്ചറൈസ് ചെയ്തിട്ടുള്ള പുസ്തകം. ശരി, ഇതായത് ഏകദേശം നമുക്ക് പേജുകൾ 300 പേജുണ്ട്. അല്ല 211 പേജുണ്ട്. 211 പേജ്. അപ്പം ഇതാണ് നമ്മുടെ DSMന്റെ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ. നിങ്ങൾക്ക് ബോറടിച്ചോ അതോ ഇനി എന്തെങ്കിലും രീതിയിൽ മാറ്റി പറയണോ? മനസ്സിലാകാതെ വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിച്ചേക്കണം കേട്ടോ. എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? നല്ല സെഷനാണ് സാറേ. ഇതിനെ കൂടുതൽ നല്ല ക്ലാസ് കിട്ടാൻ പ്രയാസം. ഇന്ന് നമ്മളൊന്നും തുടങ്ങിയില്ല. ഇന്ന് നമ്മൾ എല്ലാ രോഗങ്ങളൊന്നും ഇങ്ങനെ എന്താണ് ഒന്ന് പരത്തി അങ്ങ് പറഞ്ഞ് പറയുന്നത് വളരെ ക്ലിയറാണ്. ഓക്കെ, ഉഷ മാമിന് ക്ലിയർ ആയോ തമ്മിലുള്ള ഡിഫറൻസ്? നോട്ട് തരുമോ സാറേ? നോട്ട് ഉണ്ടാവുമോ? നോട്ട് ഇപ്പൊ തന്നെ ഇട്ടേക്കാം. ഓരോ ദിവസം ഒന്ന് ഓർമ്മിച്ചാൽ മാത്രം മതി. അന്നേരം